ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കുറച്ച് കുപ്പിയും പാട്ടിയൊക്കെ ആയിട്ടാണ്. ഇതൊക്കെ കണ്ട് അയ്യേ എന്നൊന്നും നിങ്ങൾ പറയണ്ട. അപ്പോൾ കുപ്പി പരിപാടി ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇന്ന് ഞാൻ ഈ പാട്ട പരിപാടിയിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ എല്ലാവർക്കും ആദ്യാസ് വ്ളോഗിലേക്ക് സുസ്വാഗതം. അപ്പോൾ ഇതൊരു കംഫർട്ടിൻ്റെ ഡബ്ബയാണ്. അപ്പോൾ ഞാൻ ഒരു സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ മുൻപ് തന്നെ നമുക്കിതിനെ ഒന്ന് സുന്ദരനാക്കി എടുക്കാം. ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ നമുക്ക് ഇളക്കി മാറ്റാം. ഇപ്പോൾ ചില പ്ലാസ്റ്റിക് ക്യാൻസിൻ്റെ സ്റ്റിക്കറൊക്കെ എളുപ്പത്തിൽ ഇളക്കി മാറ്റാവുന്നതേ ഉള്ളൂ. ഇളക്കി മാറ്റാൻ പറ്റാത്തതിന് നമുക്ക് സോപ്പ് പൊടിയുടെ വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പം എളുപ്പത്തിൽ ഇളകി വരും. അപ്പോൾ ഞാൻ ഇതിനെ സോപ്പ് പൊടിയുടെ വെള്ളത്തിലിട്ട് സുന്ദരനാക്കി എടുത്തിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിനെ മാർക്ക് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ഇതിനെ സെമി സർക്കിൾ രൂപത്തിൽ നമ്മൾ മാർക്ക് ചെയ്ത്, അതായത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആർച്ച് പോലെ മാർക്ക് ചെയ്ത് ഈ ഒരു ഷേപ്പാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പ് അല്ലെങ്കിൽ കോൺ ഷേപ്പൊക്കെ ആക്കി എടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ പിടിയും ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമുക്ക് വേണം, അത് കട്ട് ചെയ്ത് കളയരുത്. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു കട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഡിസൈനൊക്കെ നന്നായിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ 2 പീസായി, ഒരു പീസ് കണ്ട ഈ ഒരു ഷേപ്പാണ് കിട്ടിയിരിക്കുക. അപ്പോൾ ഈ മറ്റേ പീസ് വെച്ച് നമുക്ക് വേറൊരു സംഭവം ഉണ്ടാക്കാം. കളയണ്ട, ഒന്നും വേസ്റ്റ് ആക്കണ്ട. അപ്പോൾ എല്ലാം നമ്മൾ റീസൈക്കിൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ഷേപ്പ് കൊടുക്കുകയാണ്. എന്താ കട്ടർ വെച്ച് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിസർ യൂസ് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ എല്ലാ സൈഡും ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. എനിക്ക് കണ്ടില്ലേ, ഇതേപോലത്തെ ഷേപ്പാണ് കിട്ടുക. ഇനി നമ്മൾ ഈ ഗ്രാമഫോൺ പോലത്തെ ഈ സംഭവത്തിനെയും നമ്മൾ ഇതുപോലെ ലൈൻസ് ഇട്ട് ഓരോ ഈ ലൈൻസ് മാർക്ക് ചെയ്ത ഭാഗത്തൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ പിന്നിലോട്ട് ജസ്റ്റ് ഒന്ന് മടക്കി വയ്ക്കുക. അപ്പോൾ ഇതേപോലെ ഇരിക്കും. ഇനി നമ്മൾ ഈ ഓരോ സ്ട്രിപ്സും നമ്മൾ പെറ്റലിൻ്റെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കത്രി വെച്ച് പെറ്റൽ ഷേപ്പ് ആക്കി കൊടുക്കാം. അങ്ങനെ നമ്മളിതിനെ ഓരോന്നിനെയും പെറ്റൽ ഷേപ്പ് ആക്കുകയാണ്. 2 സൈഡും കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഗാർഡൻ പോട്ടായിട്ടാണ്. എങ്ങനെയുണ്ട്, കൊള്ളാമല്ലേ? നിങ്ങൾക്കിത് പെൻ ഹോൾഡറോ അങ്ങനെ എന്തെങ്കിലും ടേബിളിൻ്റെ മുകളിൽ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ കളർ ചെയ്ത് നല്ല സുന്ദരനാക്കാം. പക്ഷെ ഞാനിപ്പോൾ കളർ ചെയ്യുന്നില്ല. ഞാൻ പുറത്ത് ഗാർഡനാണ്, അപ്പോൾ ആ ഗാർഡനിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പോട്ടാണല്ലോ, അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബോട്ടം നമുക്ക് ഹോൾസ് ഇടണം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടത്തിൽ ഹോൾസ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഓർക്കിഡ് റീപോർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇതിനെ കോളിയാസാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഇതേപോലെ നമ്മുടെ വീട്ടിൽ വേസ്റ്റായി വരുന്ന എല്ലാ പ്ലാസ്റ്റിക് ക്യാൻസും വെച്ച് നമുക്ക് റീസൈക്കിൾ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല നല്ല ഷേപ്പിൽ പോട്ടുകളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇത് തൈരിൻ്റെ ഡബ്ബ വെച്ച് നമ്മൾ ഓർക്കിഡ് ചെയ്തു. അങ്ങനെ ഇതിൽ കോസ്മോസാണ് ഉണ്ടാ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ പോട്ട് ഉണ്ടാക്കിയതിന് ശേഷമുള്ള ഭാഗം ഉണ്ടല്ലോ, ആ മുകളിലത്തെ ഭാഗം, കംഫർട്ടിൻ്റെ മുകളിലത്തെ ഭാഗമുള്ള ആ പോർഷൻ വെച്ച് ഞാൻ വെറുതെ ഇത് വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് ഞാനിത് വെച്ചൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണ്. അത് ഇതേപോലെ ഷേപ്പിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അടിയിലൊന്നുമില്ലല്ലോ, ആ ബോട്ടത്തിനായിട്ട് നമ്മൾ കലണ്ടർ ഉണ്ടല്ലോ, ഈ സ്പൈറൽ കലണ്ടറിൻ്റെ 2 ഷീറ്റ് എടുത്ത് നല്ല തിക്നെസ്സിന് വേണ്ടിയാണ് 2 ഷീറ്റും കൂടെ അറ്റാച്ച് ചെയ്യുക. ഫെവിക്കോൾ എടുത്താൽ മതി, അതാകുമ്പോൾ എളുപ്പം സ്റ്റിക്ക് ആയിക്കോളും. എന്നിട്ട് ആ ബാക്കി വരുന്ന പോർഷൻ ഈ ഷീറ്റിൻ്റെ മുകളിൽ വെച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത ഭാഗം നമ്മൾ നന്നായിട്ട് ഫെവിക്കോൾ ഇട്ട് ഈ ബോട്ടത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല രീതിയിൽ ഫെവിക്കോൾ ഇട്ടോളൂ. പ്ലാസ്റ്റിക് അല്ലേ, അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാൻ ഇച്ചിരി ടൈം എടുക്കും.
അപ്പോൾ അതങ്ങനെ അത് നന്നായിട്ട് ഗ്ലൂ ഇട്ട ശേഷം നമ്മളത് അറ്റാച്ച് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ബോട്ടം റെഡിയായി. അപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയിലിത് ശരിയായിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ചുകൂടെ ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് ഞാനിതിന് പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യാണ്. ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ്, ഇത് 3 കളേഴ്സ് വെച്ച് സ്പഞ്ച് പെയിൻ്റാണ് ചെയ്യാൻ പോകുന്നത്. അത് സ്പഞ്ച് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഡാബ് ചെയ്ത് കളർ മെർജ് ചെയ്തിട്ട് ഉള്ള പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ സ്പഞ്ച് പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും, അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ. അപ്പോൾ ഇനി മൊത്തത്തിൽ ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത ശേഷം നമ്മളിതിനെ ഈ പെൺകുട്ടികളും പിന്നെ മരങ്ങളൊക്കെ ചെടികളൊക്കെ നമുക്ക് ബ്രഷ് വെച്ച് പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, നന്നായിട്ടില്ലേ. അപ്പോൾ ഇതേപോലെ പ്ലാസ്റ്റിക് ക്യാൻസ് വെച്ച് നമുക്ക് അതായത് വേസ്റ്റിൽ വരുന്ന റീസൈക്കിൾ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുണ്ട് അതിൻ്റെ ടൂൾ ബോക്സ് ആണിത്. എങ്ങനെയുണ്ട് ടൂൾ ബോക്സ്? ജസ്റ്റ് കട്ട് ചെയ്തിട്ട് മൈ ടൂൾ ബോക്സ് ആക്കിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എല്ലാ വീഡിയോസും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, ഈ റീസൈക്ലിംഗ് വീഡിയോസ്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ പ്ലാസ്റ്റിക് ക്യാൻസൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയാണ് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത്. So think before you trash. ഇനി വേറൊരു വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye.